ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോ നൽകിയ വാഗ്ദാനമനുസരിച്ച് നമുക്ക് 3 മണി സമയത്ത് കൃപയുടെ സമയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയുടെ സമയമിതാ, കരുണതൻ സമയമിതാ, കർത്താവിൻ കൃപയൊഴുകും നിമിഷമിതാ, തിരുരക്തത്താലെ അഭിഷേകമേകിടും കർത്താവിൻ കരുണതൻ സമയമിതാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. തകർന്നവരെ, ശക്തി ക്ഷയിച്ചവരെ, ആകുലരാകാതെ അണയാമീ നിമിഷം. പാതി തകർന്നവരെ, ശക്തി ക്ഷയിച്ചവരെ, ആകുലരാകാതെ അണയാമീ നിമിഷം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ യേശുവിനരികെ അണയാം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ യേശുവിനരികെ അണയാം. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. ക്രൈസ്തവ ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ,
അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ആമേൻ കർത്താവേ. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ആമേൻ. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഒന്നു ചേർന്ന് സ്നേഹത്തോടെ അതിബോധം ഞങ്ങൾ പാടാം ആരാധന ആരാധന ഈശോയെ. ആരാധന കർത്താവേ നാഥ ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ആരാധന ആരാധിക്കുന്നു. ആരാധന യേശുവേ. നാഥ ആരാധന. ഹല്ലേലൂയാ ഈശോയെ. ഹല്ലേലൂയാ ഹല്ലേലു ഹല്ലേലൂയാ. ആരാധന ഈശോയെ. സ്തുതിക്കുന്നു ദൈവമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഒന്ന് ചേർന്ന് ദൈവസന്നിധിയിൽ ഒരു സ്വരമുയർത്തി അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. കർത്താവേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ സ്തുതികളും ഞങ്ങളുടെ എല്ലാ ആരാധനയും അങ്ങേ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുമ്പോൾ, കർത്താവേ, സങ്കീർത്തനങ്ങൾ 40:5 ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നന്ദിയോടെ ഞങ്ങൾ നിൽക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്കറിയാം അങ്ങ് എത്രമാത്രം അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഓരോ നിമിഷവും അങ്ങയുടെ അത്ഭുതമാണ്, കരുണയാണ്. ഞാൻ കടന്നു പോകുന്ന ഓരോ ദിവസവും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത കൃപയുടെ കരുണയുടെ ആഴം എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയ കാര്യങ്ങൾ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എത്രമാത്രം വിസ്മയകരമാണ്. കർത്താവേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല, എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അത്രയേറെ കൃപ, സ്നേഹം അങ്ങ് ഞങ്ങൾക്ക് തന്നു. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷം കർത്താവെ, നന്ദിയോടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാത്തിനെയും ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ ശരീരം അങ്ങയുടെ മഹത്വത്തിൻ്റെ അടയാളമാണ്. എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. കർത്താവെ, ഞാനായിരിക്കുന്ന ഓരോ അവസ്ഥയും അങ്ങെന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. ഈശോയെ ആരാധിക്കുന്നു ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഒരു സമയം അവിടുത്തെ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ
ശിരസ് നമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളോട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ അന്ത്രയോസിനെ തിരുസഭ ഇന്ന് ഓർമ്മിക്കുമ്പോൾ നമുക്കറിയാം, സുവിശേഷങ്ങളിൽ പലയിടത്തും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമാണ് വിശുദ്ധ അന്ത്രയോസ്. കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന വ്യക്തിയാണ്, പത്രോസിൻ്റെ സഹോദരനാണ്. പക്ഷേ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 ഇടങ്ങളിൽ വിശുദ്ധ അന്ത്രയോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒന്നാമത്തേത്, കർത്താവിനെ കണ്ടുമുട്ടുന്ന ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരാൾ അന്ത്രയോസ് ആയിരുന്നു, മറ്റേയാൾ യോഹന്നാനായിരുന്നു. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നതിന് ശേഷം ഈശോയെ കണ്ടുമുട്ടി ഈശോയുടെ കൂടെ ഒരു ദിവസം താമസിച്ച അന്ത്രയോസ് ഈശോയെ അടുത്തറിഞ്ഞു. ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ? ഓടിച്ചെന്ന് തൻ്റെ സഹോദരനായ പത്രോസിനെയും കൂട്ടിക്കൊണ്ടുവന്നു. പത്രോസിനെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. രണ്ടാമതായിട്ട് അന്ത്രയോസിനെ നമ്മൾ കാണുന്നത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന അവസരത്തിലാണ്. യോഹന്നാൻ 6 എല്ലാവരും ഒരു രക്ഷയുമില്ല, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു ചാൻസുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട് എന്ന് പറഞ്ഞ് ആ ബാലനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് അന്ത്രയോസാണ്. വീണ്ടും യോഹന്നാൻ 12 ജെറുസലേമിലേക്ക് ആരാധനയ്ക്കായിട്ട് വന്ന ചില ഗ്രീക്കുകാരിൽ അവർ ഫിലിപ്പോസിൻ്റെ അടുത്തെത്തിയപ്പോൾ അവരെ കർത്താവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ തയ്യാറായത്, തീരുമാനമെടുത്തത് വിശുദ്ധ അന്ത്രയോസാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഓരോ നിമിഷവും വിശുദ്ധ അന്ത്രയോസ് ചെയ്ത കാര്യം എന്താ? തൻ്റെ അടുക്കലേക്ക് വരുന്നവരെ, തനിക്കറിയാവുന്നവരെ ഈശോയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക. ഒരുപക്ഷെ നാളെ അവർ തന്നേക്കാൾ വലിയവരായിട്ട് വളർന്നു പോകുമായിരിക്കാം. പത്രോസ് അങ്ങനെയല്ലേ? അന്ത്രയോസ് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നു. പത്രോസ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് മാറി. അന്ത്രയോസ് ചോദിച്ചില്ലല്ലോ, അതെങ്ങനെ ശരിയാവും, ഞാനല്ലേ പത്രോസിനെ കൊണ്ടുവന്നേ, അപ്പോൾ എന്നെ ഇച്ചിരിയും കൂടി വലുതായിട്ട് പരിഗണിക്കണ്ടേ? അന്ത്രയോസ് ചോദിക്കുന്നില്ല. ഈശോയുടെ തിരുസന്നിധിയിൽ താൻ ചെയ്യേണ്ട എളിയ ഈ ഒരു കാര്യം താൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ദൈവം അതിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചെയ്യും എന്ന് അന്ത്രയോസിനറിയാം. അപ്പം വർദ്ധിച്ചപ്പോൾ ഞാൻ ആ ബാലനെ കൂട്ടിക്കൊണ്ട് വന്നത് കൊണ്ടല്ലേ കർത്താവേ നിനക്ക് അപ്പം വർദ്ധിപ്പിക്കാൻ പറ്റിയത് എന്ന് ചോദിച്ച് നിഗളിക്കുന്നില്ല. അതല്ലെങ്കിൽ ആ ഗ്രീക്കുകാരെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുചെന്നപ്പോൾ അതിന് യാതൊരു മേന്മയും അന്ത്രയോസ് ഭാവിച്ചില്ല. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം, എന്നാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ കണ്ടുമുട്ടുന്നവരെ ഈശോയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക. എന്നിട്ട് ഈശോയുടെ കാര്യങ്ങളിൽ അവരെ കൊടുക്കുക. ഈശോ അവരെ നോക്കിക്കോളും. എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും ഈശോയെ അനുഭവിക്കാൻ പറ്റണം. അതിന് ഞാൻ ആദ്യം ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോയെ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ, ഈശോ മിശിഹായാണെന്ന് തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ പത്രോസിനെ അന്ത്രയോസ് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നില്ല. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് അന്ത്രയോസ് ആ ഒരു തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ ഈശോയെ ഞാൻ അറിയുന്നില്ലെങ്കിൽ മറ്റൊരാളെ എങ്ങനെ ഈശോയിലേക്ക് നയിക്കാൻ എനിക്ക് പറ്റും? എന്ത് കൺവിക്ഷൻ, എന്ത് ഉറപ്പാണ് എനിക്കുള്ളത്? അതുകൊണ്ട് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 2:15 പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. വിശുദ്ധ ഫ്രാൻസിസ് ആലോസ് പറയും, വിശുദ്ധി എന്ന് പറയുന്നത് പെർഫ്യൂം പോലെയാണ്. സുഹൃതങ്ങൾ എന്ന് പറയുന്നത് ഒരു പെർഫ്യൂം പോലെയാണ്. നിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും നിൻ്റെ വിശുദ്ധിയുടെ പരിമളം പേറിക്കൊണ്ടാണ് നിന്നിൽ നിന്ന് മാറിപ്പോകുന്നത്. ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ
ഞാൻ ദൈവസ്നേഹത്തിൽ ജീവിക്കുമ്പോൾ, സുഹൃതങ്ങളിൽ നിലനിൽക്കുമ്പോൾ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും നമ്മൾ ആ സുഗന്ധം കൊടുക്കും. നമുക്കറിയാം, നമ്മുടെ അടുത്തുള്ളൊരാൾ നല്ല ശക്തമായ ഒരു പെർഫ്യൂം അടിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുമ്പോൾ ആ ഒരു പെർഫ്യൂമിൽ കുറേയൊക്കെ നമ്മുടെ ശരീരത്തും ഉണ്ടാവും. നമുക്കും ആ ഒരു മണമൊക്കെ കുറേ നേരം ഉണ്ടാവും. അതിൽ ഏത് മണമായിക്കൊള്ളട്ടെ, ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് നമ്മളിരുന്ന് കുറേ കഴിഞ്ഞ് ആ വ്യക്തിയിൽ നിന്ന് മാറുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ ഒരു ഗന്ധത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ മേലും ഉണ്ടാകും. അപ്പോൾ പൗലോസ് ലേഖ നമ്മോട് പറയാണ്, ഈശോയെ അറിയുന്ന, ഈശോയുടെ അടുത്തിരിക്കുന്ന, ഈശോയെ അനുഭവിച്ചിട്ടുള്ള, ഈശോയെ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. എന്നെ കാണുന്നവർ, എന്നെ കേൾക്കുന്നവർ, എന്നെ അറിയുന്നവർ, എൻ്റെ അടുത്തിരിക്കുന്നവർ, എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരുടെ മേലെല്ലാം എന്നിൽ നിന്നും പകർന്നു കിട്ടിയ ക്രിസ്തുവിൻ്റെ പരിമളമുണ്ടാകും. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിളി ഇതാണ്. ഞാനും നീയും ക്രിസ്തുവിൻ്റെ പരിമളമാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഞാനും നിങ്ങളുമെല്ലാം ക്രിസ്തുവിൻ്റെ പരിമളമാകാൻ വിളിക്കപ്പെട്ടവരാ. എന്നെ കാണുന്നവർ കർത്താവേ നിന്നെ കാണട്ടെ എന്ന ഗാനം പറയുന്നത് പോലെ എന്നെ കേൾക്കുന്നവർ നിന്നെ കേൾക്കട്ടെ, എന്നെ അറിയുന്നവർ നിന്നെ അറിയട്ടെ. എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും ഞാൻ ക്രിസ്തുവിൻ്റെ പരിമളമാകണം. അന്ത്രയോസിനെ പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഈശോയിലേക്കൊരു ചൂണ്ടുപലകയാകാൻ നമുക്ക് സാധിച്ചാൽ മതി. എൻ്റെ ജീവിതം കാണുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവർക്ക്, ഹായ്, നിന്നിൽ എനിക്ക് ക്രിസ്തുവിനെ മണക്കാൻ പറ്റുന്നുണ്ട്, നിന്നിൽ എനിക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നിൻ്റെ വാക്കുകളിൽ, നിൻ്റെ പ്രവൃത്തികളിൽ, നിൻ്റെ മാനറിസത്തിൽ, നിൻ്റെ തീരുമാനങ്ങളിൽ, നിൻ്റെ ജീവിതത്തോടുള്ള സമീപനത്തിൽ ക്രിസ്തുവിനെ കാണാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്ന് പറയാൻ പറ്റട്ടെ പ്രിയമുള്ളവരെ. അതിന് എൻ്റെ ജീവിതം ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കണം. അപ്പോഴാണ് ക്രിസ്തു എന്നിലെ പരിമളമായിട്ട് മാറുന്നത്. ദൈവതിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം പ്രിയമുള്ളവരെ, ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ പരിമളം എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണം നീ എന്നിൽ നിറയണമേ. കർത്താവേ, ഞാൻ നിൻ്റെ അടുത്തിരിക്കുന്ന ഓരോ നിമിഷവും നീ എന്നിൽ നിറയട്ടെ. എൻ്റെ അടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും എന്നിൽ നിന്ന് നീ പകർന്ന് നൽകപ്പെടട്ടെ. അതാര് തന്നെ ആയാലും പ്രിയമുള്ളവരെ, ചുറ്റുമുള്ള എല്ലാവരും വായിക്കുന്ന സുവിശേഷം നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഗ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. രക്ഷിക്കപ്പെട്ടവർക്കും ശിക്ഷിക്കപ്പെട്ടവർക്കും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളം. എന്തുകൊണ്ടാണ്? ഞങ്ങളെ കാണുന്നവർക്കറിയാം ഞങ്ങൾ വെറുതെ കള്ളം പറയുന്നതല്ല, പൊളിവാക്ക് പറയുന്നതല്ല. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചതാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റേതാണ്. നിനക്കൊരു സങ്കടം വരുമ്പോൾ നീ എന്നാ ചെയ്യോടാ എന്നൊരാൾ ചോദിക്കുമ്പോൾ ഞാൻ പോയി പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കും എന്ന് പറയാൻ നിനക്ക് പറ്റിയാൽ നിന്നിൽ ക്രിസ്തുവിനെ കാണാൻ അവന് പറ്റും. നിനക്ക് കടബാധ്യതയില്ലേ? നിൻ്റെ കടബാധ്യതയുള്ളപ്പോൾ നീ ഇങ്ങനെ ചിരിച്ചു നടക്കാൻ നിനക്ക് പറ്റുന്നെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ദൈവത്തോടു കൂടി ഇരിക്കുന്നതുകൊണ്ടാണ്, ഞാൻ എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നത് കൊണ്ടാണ്. നിനക്ക് സങ്കടമുണ്ടെങ്കിൽ നീ ഒന്ന് ബൈബിള് വായിച്ചേ. അല്ലെങ്കിൽ നിനക്ക് തീരെ പറ്റുന്നില്ലേ, സങ്കടം വരുവാണോ, കഷ്ടപ്പെടുവാണോ, ബുദ്ധിമുട്ടാണോ, എന്താ ചെയ്യണ തരത്തില്ല, പോയി ചില നേരം ആരാധനയിൽ ഇരുന്നേ. എൻ്റെ അടുത്ത് വരുന്നവരെ ഈശോയിലേക്ക് വിടാൻ പറ്റട്ടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്ന ക്രിസ്തുവിലേക്ക് വിടാൻ എനിക്ക് യാതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവട്ടെ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഞാൻ ആയിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ഞാൻ ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനായി വിശുദ്ധ അന്ത്രയോസിനെ പോലെ എൻ്റെ അടുക്കലേക്ക് വരുന്ന ഓരോ വ്യക്തിയെയും ഈശോയെ പരിചയപ്പെടുത്താൻ വിളിക്കപ്പെട്ട ഒരു ഉപകരണമാണ് ഞാൻ. എന്നെ കാണുന്നവർ, എന്നെ അറിയുന്നവർ ഈശോയെ അറിയാനിടയാകട്ടെ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ലോകമാസകളുള്ള എല്ലാ പാപികളെ കർത്താവെ അങ്ങേ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ. അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, ഒരു നവംബർ മാസത്തിൻ്റെ ഈ അവസാന ദിവസം ഒരിക്കൽ കൂടി ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനാഥരായിട്ടുള്ളവർ, ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ നിത്യാശ്വാസത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി, ഭരണകൂടത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ, ദേശത്തെ, ഈ നാടിനെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ അവർ അഭിഷേകം ചെയ്യപ്പെടാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കർത്താവ് എല്ലാത്തരം തിന്മയിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മണവാട്ടിയായ പരിശുദ്ധ കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്നു. സഭയെ നയിക്കുന്ന അജപാലകരിലും സഭയിലെ ഓരോ അംഗങ്ങളിലും സ്നേഹവും ഐക്യവും പുലരുവാൻ ഇടയാക്കണമേ. സഭയെ വിശുദ്ധിയിൽ നിലനിർത്തണമേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് രോഗങ്ങൾ, വേദനകൾ, അപകടങ്ങൾ, കർത്താവ്, കടബാധ്യതകൾ, മറ്റ് കഷ്ടപ്പാടുകളെല്ലാം നീങ്ങിപ്പോകുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ. എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ
പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. അങ്ങേ മക്കളോട് കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും വഴി സഹോദരങ്ങളും പൂർവികരും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. കാൽവരിയിലെ കുരിശിൽ നിന്ന് ലോകപാപങ്ങളുടെ പരിഹാരാർത്ഥം ഈറ്റിറ്റ് വീണ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമേ എന്നെ കഴുകണമേ. അങ്ങേ അമൂല്യ രക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ എല്ലാ പാപങ്ങളും ബലഹീനതകളും എടുത്തു മാറ്റണമേ. അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാൽ എന്നെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങേ ജീവിക്കുന്ന സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. ആമേൻ. കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും എന്നേരവും. ആശ്വാസമേകും ഈ ധന്യ നിമിഷത്തിൽ ആത്മാവിൻ അഭിഷേകം നിറയ്ക്കണമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും എന്നേരവും. ആശ്വാസമേകും ഈ ധന്യ നിമിഷത്തിൽ ആത്മാവിൻ അഭിഷേകം നിറയ്ക്കണമേ. നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവും നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണകൾ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവും നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണകൾ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. ക്രോവേന്മാർ പേറും രഥമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ, കാൽക്കുഴയുമ്പോളോ ആശ്രയം നീ. അംബികേ ഞങ്ങൾ കേകിടണേ. അംബികേ നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവും നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണകൾ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ.